നമസ്കാരം. ഫ്രാൻസിലെ പാരീസ് നഗരത്തിന്റെ തിലകക്കുറിയാണ് വിഖ്യാത കലാ മ്യൂസിയമായ ലൂവർ മ്യൂസിയം. സീൻ നദിക്കരയിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഫ്രഞ്ച് രാജാവായിരുന്ന ഫിലിപ്പ് രണ്ടാമന്റെ നേതൃത്വത്തിൽ 12ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് പണി കഴിപ്പിച്ച ലൂവർ കൊട്ടാരത്തിലാണ് ഈ മ്യൂസിയം ഉള്ളത്. 1682 അന്നത്തെ രാജാവായിരുന്ന ലൂയി 14 വേഴ്സായി കൊട്ടാരം ഔദ്യോഗിക വസതിയാക്കുകയും ലൂവർ കൊട്ടാരം രാജകീയ വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഇത് ദേശീയ പ്രതീകങ്ങളും ശ്രേഷ്ഠ കലാസൃഷ്ടികളും സൂക്ഷിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റി. 1793 ഓഗസ്റ്റ് 10 ലൂവർ മ്യൂസിയം ഔദ്യോഗികമായി തുറന്നത്. 537 വിഖ്യാത പെയിന്റിങ്ങുകളാണ് അന്ന് മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് 7,82,910 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 5 ലക്ഷത്തിലധികം കലാവസ്തുക്കളെ പ്രദർശിപ്പിക്കുന്ന അമൂല്യമായ ഒരു കലാപ്രദർശനശാലയായി ഈ മ്യൂസിയം മാറിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നതുമായ ഒരു മ്യൂസിയവും ഇത് തന്നെ. ലൂവർ മ്യൂസിയത്തിന്റെ പ്രധാന അങ്കണത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ള ലൂവർ പിരമിഡ് മറ്റൊരു ആകർഷണമാണ്. ചൈനീസ് അമേരിക്കൻ ആർക്കിടെക്ട് എം ലീ രൂപകൽപ്പന ചെയ്ത് 1989 പണി പൂർത്തീകരിച്ച ഈ പിരമിഡ് മ്യൂസിയത്തിന്റെ പ്രധാന പ്രവേശന കവാടം കൂടിയാണ്. റെംബ്രാൻഡ്, റൂബൻസ്, ടിഷ്യൻ, ലിയനാർഡോ ഡാവിഞ്ചി തുടങ്ങിയ ലോക പ്രശസ്ത ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഡാവിഞ്ചിയുടെ വിഖ്യാതമായ മൊണാലിസ ഈ മ്യൂസിയത്തിലെ ഒരു ആകർഷണമാണ്. കൂടാതെ നിരവധി പ്രശസ്തങ്ങളായ ഗ്രീക്ക് പ്രതിമകളും ഈ മ്യൂസിയത്തിലെ കലാവസ്തുക്കളാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്കും പരീക്ഷാ വിജയത്തിനും ഹാന സ്റ്റുഡൻസിന്റെ വിദ്യാഭ്യാസ മാസികകൾ കരസ്ഥമാക്കുക.